വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാരദ ഉദ്ഘാടനം നിർവഹിച്ചു. വാഴക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പ്രോഗ്രാം. നിരവധി കർഷകർ പങ്കെടുത്തു. കൃഷി പരിപാലനത്തിലൂടെ നാടിന്റെ മുഖച്ഛായ മാറ്റാമെന്ന ആശയവുമായി വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ വാഴക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാരദ ഉദ്ഘാടനം നിർവഹിച്ചു. വാഴക്കുളം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാറ്റുവേല നമ്മുടെ കാർഷിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. കൃഷിക്കാർക്ക് നല്ല ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും കാർഷിക ഉപകരണങ്ങളും കൊടുക്കുക എന്നതുകൂടി ഇന്നത്തെ ഈ നമ്മുടെ കർഷക സെമിനാറിൽ നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ സൗജന്യമായി വിത്തുകളും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. കാരണം ഞാറ്റുവേല ജൂൺ 22 മുതൽ ജൂലൈ 5 വരെയാണ് ശരിക്ക് ഞാറ്റുവേല, 15 ദിവസം. ഈ കാലയളവിലെ തോരാത്ത മഴ പെയ്യുന്നത് കൊണ്ടും നമുക്ക് ഈ പച്ചക്കറി നട്ടാൽ കർഷകർക്ക് അതുകൊണ്ട് കൂടുതൽ ഗുണമേന്മയും ഓണം അടുക്കും തോറും നമുക്ക് പച്ചക്കറി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കർഷക ചന്ത നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പല ഉൽപ്പന്നങ്ങളും കുടുംബശ്രീക്കാരുടെ ഉൽപ്പന്നങ്ങളും തേൻ മുതൽ പച്ചക്കറി തൈകൾ, വിത്തുകൾ, അങ്ങനെ പല ഉൽപ്പന്നങ്ങളും ഇന്നിവിടെ കൊടുക്കുന്നുണ്ട്. കർഷകർ സമൂഹത്തിൻ്റെ നട്ടെല്ലാണ്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ അവരുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് തൊഴിലാളികളുടെ ക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും സാധനങ്ങളിലുള്ള വില കൂടുതലും കൊണ്ട് അവർ പല രീതിയിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് കൃഷി വീണ്ടും തുടർന്നു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒന്നാണ്. ഫൈസൽ CH അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീറ ഫൈസൽ ആമുഖ പ്രഭാഷണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമിത അൻസാരി, ഹസീന, കൗലത്ത് മരക്കാർ, ഷാജിദ നൌഷാദ്, ADA അനിത P തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് വാഴക്കുളം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഇന്ന് നടത്തുകയാണ്. കർഷകർക്ക് വേണ്ടി കാർഷിക സെമിനാർ, അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, വിത്തുകൾ, വളങ്ങൾ, പച്ചക്കറി തൈകൾ അടക്കം ഒട്ടനവധി കാര്യങ്ങളാണ് ഇന്ന് ഈ കർഷക സഭ കൊണ്ട് കർഷകർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഇന്ന് ഈ വേദിയിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കൃഷിയെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും കുട്ടികളിലേക്ക് കൃഷി ചെയ്യുന്നതിന് കുട്ടികൾക്ക് പ്രചോദനം നൽകുകയും ഒക്കെയാണ് നമ്മുടെ ഈ കർഷക സഭ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒട്ടനവധി സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഇന്ന് തരിശു ഭൂമിയായി കിടക്കുന്നുണ്ട്. അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കൃഷിഭവനും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരടക്കം രംഗത്തിറങ്ങി അതൊക്കെ നമ്മൾ കർഷകരിലേക്ക് നമുക്ക് കൃഷി ആയി മുന്നോട്ട് പോകണം. എല്ലാ തരിശു സ്ഥലങ്ങളും കൃഷി ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൃഷിഭവനും സംയുക്തമായി ഇറങ്ങി അതൊക്കെ കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിൽ നല്ല വിഷരഹിത പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൃഷി മുന്നോട്ട് പോകണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് കാർഷിക സെമിനാറുകൾ, കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും, വിത്തുകളുടെയും വളത്തിന്റെയും വിതരണം എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായിട്ടുള്ളത്. കർഷക സ്റ്റാളുകളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഇതോടൊപ്പമുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.